യെസ് 2020 ഭാഗമായി മത്സര രംഗത്ത് തന്നെ അഖിൽ മാരാർ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, താൻ അനാവശ്യമായി വാഗ്ദാനങ്ങൾ നൽകുന്നില്ല, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് എന്ന്. അങ്ങനെയുള്ളവർക്ക് തന്നിൽ വിശ്വാസമർപ്പിക്കാമെന്ന് പറയുമ്പോൾ അദ്ദേഹം സ്ഥാനാർത്ഥിയാകും എന്നത് നമുക്ക് ഉറപ്പിക്കാം. അവിടെയാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിൽ എവിടെയായിരിക്കും അഖിൽ മാരാർ മത്സരിക്കുക? അതും ഇന്നലെ തന്നെ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ കൊട്ടാരക്കരയിൽ തന്നെയാണ് ഒരു മത്സര സാധ്യത നമ്മൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ കൊട്ടാരക്കരയിലെ മത്സര ചിത്രം എന്തായിരിക്കും എന്നതാണ് നമ്മൾ വിശദമായി പരിശോധിക്കുന്നത്. കൊട്ടാരക്കരയിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി KN ബാലഗോപാൽ എന്ന പേരിന് അപ്പുറത്തേക്ക് മറ്റൊരു പേരില്ല. അപ്രതീക്ഷിതമായി മറ്റൊരു സ്ഥാനാർത്ഥി UDF കോട്ടയിലേക്ക് വരുന്നത് ഐഷ പോറ്റി എന്നതാണ്. ഐഷ പോറ്റി കോൺഗ്രസിന്റെ ഭാഗമായത് നമുക്കറിയാം. ഏറെ നാൾ MLA ആയിരുന്ന ഐഷ പോറ്റിയാണ് CPIM പാളയം വിട്ട് UDFിലേക്ക് ചേക്കേറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഐഷ പോറ്റിയാകും എന്നതിൽ തർക്കമില്ല. അതോടൊപ്പം തന്നെ അഖിൽ മാരാർ കൂടി മത്സര രംഗത്തേക്ക് എത്തുന്നു. അങ്ങനെ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിന് കളം ഒരുങ്ങുകയാണ് കൊട്ടാരക്കര എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. കിരൺ ബാബുവാണ് പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, അതായത് മത്സര ചിത്രം തെളിയുന്നതേ ഉള്ളൂ, ഇനി സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഏതാണ്ട് കൊട്ടാരക്കര ഇങ്ങനെയായിരിക്കും എന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യമല്ലേ ഇപ്പോഴുള്ളത്? അഭിലാഷ്, അത് തന്നെയാണ്. എല്ലാ മുന്നണികളുടെയും പ്രധാന സ്ഥാനാർത്ഥികൾ ആരാ എന്ന് വെളിവായി കഴിഞ്ഞ അപൂർവ മണ്ഡലങ്ങളിലൊന്നാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ LDFന് വേണ്ടി ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാൽ വീണ്ടും മത്സരിക്കുമെന്നത് ഉറപ്പാണ്. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിയായി 3 തവണ കൊട്ടാരക്കരയിൽ ഇടതുമുന്നണിയുടെ MLA ആയിരുന്ന ഐഷ പോറ്റി എത്തുമെന്നതും ഉറപ്പായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി 2020 അഖിൽ മാരാർ എത്തുമെന്നതും ഉറപ്പായി കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഇനി പ്രഖ്യാപനങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ മത്സരചിത്രം വ്യക്തമായ ഒരു മണ്ഡലം കൂടിയാണ് കൊട്ടാരക്കര. കൊട്ടാരക്കരയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ത്രികോണ പോരാട്ടം എന്നൊന്നും പറയാൻ കഴിയില്ല. കൊട്ടാരക്കരയിൽ അങ്ങനെ BJPക്കോ അല്ലെങ്കിൽ ഇനി അഖിൽ മാരാർ വന്നാലോ അങ്ങനെ ഒരു ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമല്ല. നേരിട്ട് LDFും UDFും തമ്മിലുള്ള പോരാട്ടം നടക്കുന്ന മണ്ഡലം തന്നെയാണ്. 20-25,000 വോട്ടിനപ്പുറത്തേക്ക് പിടിക്കാൻ ഇപ്പോഴും ഇതിൻ്റെ BJPക്ക് അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലോ എവിടെയും കഴിഞ്ഞിട്ടില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. തീർച്ചയായും അവിടെയാണല്ലോ കിരൺ നമുക്ക് ചില ഡേറ്റകൾ കൂടി ഒന്ന് പങ്കുവെക്കേണ്ടതായി വരുന്നത്. അതായത് കിരൺ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു കരുത്തുറ്റ അല്ലെങ്കിൽ ശക്തമായ ത്രികോണ മത്സരം എന്ന് കൊട്ടാരക്കരയെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറയുമ്പോഴും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചിത്രം ആണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവിടെ കിരൺ സൂചിപ്പിക്കുന്ന പോലെ തന്നെ 21,223 വോട്ടുകൾ അതായിരുന്നു വയക്കൽ സോമൻ എന്ന NDAയുടെ സ്ഥാനാർത്ഥിക്ക്, BJP സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതേസമയം UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന രശ്മി ആറിന് 57,000-ൽ അധികം വോട്ടുകൾ ലഭിക്കുന്നു. KN ബാലഗോപാൽ ആണ് അവിടെ MLA ആയി വിജയിച്ചത്. 68,770 വോട്ടുകളാണ്. 10,000-ലധികം വോട്ടിന്റെ വ്യക്തമായ ലീഡോടുകൂടിയാണ് KN ബാലഗോപാൽ അവിടെ MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ചിത്രം ആണ്. അതായത് 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊട്ടാരക്കരയിലെ ചിത്രം എങ്ങനെ മാറുന്നു എന്ന്. അവിടെ ആണ് ആ വോട്ട് കണക്കുകളിൽ ചില മാറ്റങ്ങൾ ദൃശ്യമാകുന്നത്. LDFന്റെ വോട്ട് എന്നത് കുറയുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ്. 52,000-ലേക്ക് താഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അവിടെ ഓർക്കേണ്ടത് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68,000 വോട്ട് നേടിയ LDF 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 52,000 വോട്ടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. UDFന്റെ വോട്ടാകട്ടെ ഒപ്പത്തിനൊപ്പം എന്ന നിലയിലേക്ക് എത്തുന്നു. അവിടെ UDFും 52,000 വോട്ടുകൾ നേടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കിരൺ, ആ വോട്ടുകൾ പോയത് എവിടേക്ക് എന്നത് നോക്കുമ്പോൾ 36,000 ആയി NDAയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതായത് 21,000 വോട്ടുകൾ 36,000 വോട്ടുകളായി വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ 15,000 വോട്ടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ NDA പാളയത്തിലേക്ക് എത്തുന്നു. ആ വോട്ട് വിഹിതം ഒരേപോലെ തന്നെ UDFനും LDFനും കുറവുണ്ടാക്കി എന്നുകൂടിയാണല്ലോ കണക്കുകൾ വ്യക്തമാകുന്നത്. അപ്പോൾ ഈ സൂചിപ്പിക്കുന്ന പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് ഇതുവരെ വേദിയായിട്ടില്ല എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ആണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ നോക്കി കാണേണ്ടത്?
അഭിലാഷ്, കൊട്ടാരക്കരയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും LDFന് എഡ്ജുള്ള മണ്ഡലം എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ തവണ അവിടെ വിജയിച്ചത് KN ബാലഗോപാലാണ്. ബാലഗോപാൽ മത്സരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ബാലഗോപാൽ പത്തനാപുരത്ത് നിന്ന് പരാജയപ്പെട്ടു, കൊല്ലത്ത് നിന്ന് പരാജയപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയല്ല. ബാലഗോപാൽ സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രിയാണ്. ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതമൊക്കെ നൽകാൻ അധികാരമുള്ള സ്ഥാനത്തിരിക്കുന്ന ധനമന്ത്രിയാണ്. ഒരു ധനമന്ത്രി എന്ന പ്രതിച്ഛായോടുകൂടിയാണ് കൊട്ടാരക്കരയിലേക്ക് വീണ്ടും മത്സരരംഗത്തേക്ക് KN ബാലഗോപാൽ ഇറങ്ങുന്നത്. 5 വർഷത്തിനിടയിൽ സംസ്ഥാനത്തെ ധനവകുപ്പിനെ സംബന്ധിച്ച്, ധനസ്ഥിതിയെ സംബന്ധിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും തുടക്ക സമയത്ത് തോമസ് ഐസക്കിനെ പോലെ ധനകാര്യ വിദഗ്ധനായ ഒരാളാണോ KN ബാലഗോപാൽ എന്ന സംശയങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ പോലും സംസ്ഥാനത്തെ കഴിഞ്ഞ 5 വർഷവും ഈ ബസ് എവിടെയും നിർത്താതെ അല്ലെങ്കിൽ എവിടെയും നിന്നു പോകാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നത് ബാലഗോപാൽ ധനമന്ത്രി എന്ന നിലയ്ക്ക് ഉണ്ടാക്കിയ പ്രതിച്ഛായ വലുതാണ്. മറ്റ് പല മന്ത്രിമാരെ അപേക്ഷിച്ച് നോക്കുമ്പോഴും ബാലഗോപാലിനെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു ദോഷകരമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ഇമേജിനെ പ്രതിച്ഛായയ്ക്ക് മോശമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള ആരോപണങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള വിവാദങ്ങളിലോ ഒന്നും ചെന്നുപെട്ടിട്ടില്ലാത്ത ഒരു നേതാവ് കൂടിയാണ് ബാലഗോപാൽ എന്ന പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെയൊക്കെയുള്ള എഡ്ജാണ് ബാലഗോപാൽ എന്ന വ്യക്തിക്ക് നിലവിലുള്ളത്. ഒരു സംസ്ഥാനത്തിൻ്റെ ധനമന്ത്രി 2 തവണ പരാജയപ്പെട്ട ഒരാൾ മത്സരിക്കുന്നത് പോലെയല്ല ഒരു സംസ്ഥാനത്ത് 5 കൊല്ലം ധനമന്ത്രിയായിരുന്ന ഒരാൾ വീണ്ടും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത് എന്ന പ്രത്യേകതയുണ്ട്. കണക്കുകൾ കൂടി നമുക്ക് പരിശോധിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയുടെ ഭാഗമാണ് യഥാർത്ഥത്തിൽ കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം. മാവേലിക്കരയിൽ വിജയിച്ചത് കൊടുക്കുന്നിൽ സുരേഷാണ്. കൊടുക്കുന്നിൽ സുരേഷ് മികച്ച ഭൂരിപക്ഷത്തോടുകൂടി മാവേലിക്കരയിൽ വിജയിക്കുമ്പോഴും കൊട്ടാരക്കരയിൽ 3403 വോട്ടുകൾക്ക് പിന്നിലായിരുന്നു. അവിടെ അഡ്വക്കേറ്റ് അരുൺകുമാറാണ് അവിടെ ലീഡ് ചെയ്തത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്താകെ വലിയ തോതിൽ UDFിൻ്റെ തരംഗം ആഞ്ഞു വീശുമ്പോൾ പോലും കൊട്ടാരക്കര അങ്ങനെ UDFിലേക്ക് ചായാതെ അവിടെ വലിയ ഭൂരിപക്ഷം 10,000 20,000 ഒക്കെ ഭൂരിപക്ഷം നിയമസഭയിലേക്ക് നേടിയ നിയമസഭാ മണ്ഡലങ്ങൾ പലതും ലോക്സഭയിലേക്ക് വന്നപ്പോൾ അതേ ഭൂരിപക്ഷം തിരിച്ച് UDFിന് നൽകിയെങ്കിൽ കൊട്ടാരക്കര അങ്ങനെയല്ല. കൊട്ടാരക്കരയിൽ ഭൂരിപക്ഷം കുറഞ്ഞുവെങ്കിൽ പോലും 3000 ശിഷ്ടം വോട്ടുകൾക്ക് അവിടെ മുന്നിൽ നിന്നു. മറ്റൊന്ന് ഈ അഭിലാഷ് ഇപ്പോൾ സൂചിപ്പിച്ച കണക്കാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കിൽ LDFും UDFും തമ്മിലുള്ള വ്യത്യാസം കേവലം ഒരു 200-300 വോട്ടിൻ്റെ വ്യത്യാസം മാത്രമാണ് അവിടെ ആകെ ഉള്ളത്. ഈ 300 വോട്ടിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് കാര്യമായൊരു വ്യത്യാസമല്ല. അവിടെ LDFിൻ്റെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കുറയുമ്പോഴും നേരിയ നിരക്കെങ്കിലും വളരെ നേർത്തതാണെങ്കിൽ പോലും അങ്ങനെ ഒരു ഭൂരിപക്ഷം നിലനിർത്താൻ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം LDFിന് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ തീർച്ചയായും അതോടൊപ്പം ഇത്തവണത്തെ ഒരുപക്ഷെ മത്സര ചിത്രം നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെയാണ് എങ്കിൽ അവിടെ എതിരാളിയായി വരാൻ പോകുന്നത് ഐഷ പോറ്റിയാണ്. ഇടതുപാളയത്തിനൊപ്പം നിന്നിട്ടുള്ള ഐഷ പോറ്റിയാണ്. വലിയ മത്സര ചരിത്രം കൂടിയുണ്ട് ഐഷ പോറ്റിക്ക് എന്നത് നമുക്കറിയാമല്ലോ. എത്രത്തോളം ഒരു വലിയ വെല്ലുവിളി ഉയർത്താൻ ഐഷ പോറ്റിക്ക് സാധിക്കും? നമ്മൾ പ്രധാനമായും നോക്കേണ്ട ഒരു പ്രത്യേകത ഐഷ പോറ്റിയെ സംബന്ധിച്ച് കൊട്ടാരക്കര മണ്ഡലം എന്ന് പറഞ്ഞാൽ കൊട്ടാരക്കരയിൽ 8 തവണ വിജയിച്ച R ബാലകൃഷ്ണപിള്ളയാണ്. R ബാലകൃഷ്ണപിള്ളയെ കൊട്ടാരക്കരയിൽ നിന്ന് പരാജയപ്പെടുത്തുക എന്നത് ഏറെക്കുറെ അസാധ്യമാണെന്ന് പല കാലങ്ങളിലും ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ആ മണ്ഡലത്തിൽ അത്രത്തോളം ഈ മണ്ഡലം രൂപീകൃത കാലം മുതൽ CH മേനോനൊക്കെ മുഖ്യമന്ത്രിയായപ്പോൾ ബൈ ഇലക്ഷനിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ വേണ്ടി വിജയിച്ച മണ്ഡലം കൂടിയാണ് ഈ കൊട്ടാരക്കര എന്ന് ആലോചിക്കണം. കൊട്ടാരക്കരയുടെ ചരിത്രം പരിശോധിച്ചാൽ അവിടെ CPIക്കും അതോടൊപ്പം തന്നെ CPMനും ഒക്കെ CPI സ്ഥാനാർത്ഥികൾക്കൊക്കെ നേരത്തെ വിജയം നേടിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ബാലകൃഷ്ണപിള്ളയുടെ ഒരു യുഗം വരുന്നത്. ബാലകൃഷ്ണപിള്ള 1965 ആദ്യം വിജയിക്കുന്നത്. പിന്നീട് തുടർച്ചയായി ബാലകൃഷ്ണപിള്ള 1980 ജയിക്കുന്നു, 82 ജയിക്കുന്നു, 87 ജയിക്കുന്നു. അതിനുശേഷം 91 ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജയിക്കുന്നു, 96 ജയിക്കുന്നു, 2001 ജയിക്കുന്നു. 2006 തെരഞ്ഞെടുപ്പിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത നമുക്കറിയാം. അന്ന് VS അച്യുതാനന്ദൻ നയിക്കുന്ന ഇടതുമുന്നണി VS അച്യുതാനന്ദൻ്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ എതിരാളികളിൽ ഒരാൾ കൂടിയാണ് R ബാലകൃഷ്ണപിള്ള എന്ന് ഓർക്കണം. R ബാലകൃഷ്ണപിള്ളയും VS അച്യുതാനന്ദൻ തമ്മിലുള്ള വലിയ കേസിൻ്റെ പോരാട്ടങ്ങളൊക്കെ ഉണ്ട്. സുപ്രീം കോടതി വരെ എത്തി. ഇന്ത്യയിലെ അഴിമതിയുടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് ശിക്ഷയ്ക്ക് അംഗീകാരം നൽകി, അവിടം വരെ പോയിട്ടും ശിക്ഷയ്ക്ക് അംഗീകാരം നൽകി ജയിൽ കിടക്കേണ്ടി വന്ന ഏക രാഷ്ട്രീയ നേതാവ്. ഇന്ത്യ ചരിത്രത്തിൽ മറ്റൊരു നേതാവിനും അങ്ങനെ ഒരു റെക്കോർഡില്ല. അത് R ബാലകൃഷ്ണപിള്ളയാണ്. പിന്നീട് ബാലകൃഷ്ണപിള്ളയെ ഈ പറയുന്നത് പോലെ ജയിലിൽ കിടക്കാതെ ജയിലിൽ നിന്ന് ഇളവ് നൽകി പുറത്തിറക്കിയെന്നതും പിന്നീട് അതേ ബാലകൃഷ്ണപിള്ള VS അച്യുതാനന്ദൻ്റെ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ആ മുന്നണിയിലേക്ക് എത്തപ്പെട്ടു വന്നതൊക്കെ പിന്നീട് രാഷ്ട്രീയ കൗതുകങ്ങൾ തന്നെയാണ്. അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും 2006 ഐഷ പോറ്റി വരുന്നത്. ഐഷ പോറ്റിയും ബാലകൃഷ്ണപിള്ളയുമായി മത്സരം വരുന്നു. ഒരു കാരണവശാലും ബാലകൃഷ്ണപിള്ളയെ കൊട്ടാരക്കരയിൽ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന ഘട്ടത്തിൽ നിന്നാണ് ഐഷ പോറ്റി 2006 12,087 വോട്ടിനാണ് ആദ്യം ബാലകൃഷ്ണപിള്ളയെ പരാജയപ്പെടുത്തുന്നത്. പിന്നീട് ബാലകൃഷ്ണപിള്ളയുടെ അതോടുകൂടി ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന കേരള രാഷ്ട്രീയത്തിലെ അധികായനായ മനുഷ്യൻ്റെ പതനം അവിടെ ആരംഭിക്കുകയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിന് പിന്നെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് പിൻവാങ്ങേണ്ട അവസ്ഥയിലേക്ക് ഉണ്ടാകുകയായിരുന്നു. അങ്ങനെ ഒരു ജെയിൻ കില്ലറായിട്ടാണ് യഥാർത്ഥത്തിൽ ഐഷ പോറ്റി എന്ന സ്ത്രീ
അവിടെ അവതരിപ്പിക്കുന്നു. സൗമ്യയായ ഒരു സ്ത്രീയെ CPM അവതരിപ്പിക്കുന്നു. യഥാർത്ഥത്തിൽ ബാലകൃഷ്ണപിള്ളയുമായി രാഷ്ട്രീയ പാരമ്പര്യത്തിലോ അല്ലെങ്കിൽ മറ്റേത് തലപ്പൊക്കത്തിലോ ഒന്നും ഒപ്പത്ത് നിർത്താൻ കഴിയുന്ന ഒരാളായിരുന്നില്ല. പക്ഷേ ജനങ്ങൾ സ്വീകരിച്ചത് ഐഷ പോറ്റിയാണ്. വീണ്ടും ഐഷ പോറ്റി 2011 മത്സരിക്കുമ്പോൾ ഡോക്ടർ NN മുരളിയാണ് മത്സരിക്കുന്നത് കേരള കോൺഗ്രസിൽ നിന്ന്. അന്ന് 12,000 എന്ന ഭൂരിപക്ഷം 20,592 ഉയർത്തുന്നു. അതിനുശേഷം 2016 മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ 47,632 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിക്കുന്നത്. വലിയ ഭൂരിപക്ഷത്തിലേക്ക് ഐഷ പോറ്റി ഓരോ തെരഞ്ഞെടുപ്പിലും തൻ്റെ ഭൂരിപക്ഷം ഉയർത്തുന്ന ഒരു നേതാവായിരുന്നു. അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ 3 തവണ മത്സരിക്കുമ്പോഴും ഭൂരിപക്ഷം ക്രമാനുഗതമായി ഉയർത്തുക എന്ന് പറഞ്ഞാൽ അത് ഒരു MLA സംബന്ധിച്ച് MLAക്ക് ഉണ്ടായിരുന്ന ജനപ്രീതി അല്ലെങ്കിൽ എത്രത്തോളം സ്വീകാര്യമായിരുന്നു എന്നതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. അങ്ങനെ ഐഷ പോറ്റിയുടെ ഇലക്ഷൻ റെക്കോർഡുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും അങ്ങനെ ഐഷ പോറ്റിയെ ഒരിക്കലും എഴുതിത്തള്ളാവുന്നതല്ല. KN ബാലഗോപാലിനേക്കാളും മണ്ഡലത്തിൽ പരിചിതയാണ്, അല്ലെങ്കിൽ ബാലഗോപാലിനേക്കാൾ കൂടുതൽ ബന്ധമൊക്കെ ഉള്ള ആൾ തന്നെയാണ് ഐഷ പോറ്റി. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഐഷ പോറ്റിയെ സംബന്ധിച്ച് ഇപ്പോഴുണ്ടാക്കുന്ന വിഷയം, കഴിഞ്ഞ 5 വർഷമായി ഐഷ പോറ്റി അങ്ങനെ കാര്യമായ രാഷ്ട്രീയ രംഗത്തില്ല. ഇടതുമുന്നണിയുമായി പിണങ്ങി നിൽക്കുന്നു, CPM-മായി പിണങ്ങി നിൽക്കുന്നു. ഒടുവിൽ UDF-ലേക്ക് ഐഷ പോറ്റി പോകുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അത് അവരുടെ പ്രതിച്ഛായയിൽ എങ്ങനെയാണ് ഒരു കാലുമാറ്റം ഐഷ പോറ്റിക്ക് ഇപ്പോഴും പറയാൻ എനിക്ക് ഏതെങ്കിലും കാറ് കിട്ടുന്ന ഒരു സ്ഥാനം കിട്ടിയില്ല എന്നതിനപ്പുറത്തേക്ക് ഇടതുമുന്നണിയുമായി അല്ലെങ്കിൽ CPM-മായി പിണങ്ങാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കാരണമോ അല്ലെങ്കിൽ ആശയപരമായ കാരണമോ ഒന്നും ഐഷ പോറ്റിക്ക് സമർത്ഥമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു ഐഷ പോറ്റിയെ പുകച്ച് പുറത്തിയാടിച്ചതാണ് എന്ന മട്ടിലേക്കുള്ള ഒരു പ്രചരണം നയിക്കാൻ പോലും ഐഷ പോറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവിടെ ഐഷ പോറ്റി ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിച്ഛായയ്ക്ക് ആ പ്രതിച്ഛായയിൽ വോട്ടുകൾ ശേഖരിക്കാൻ കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. പക്ഷേ UDF-നെ സംബന്ധിച്ച് KN ബാലഗോപാലിനെ പോലെ ഒരു ധനമന്ത്രി ആയിരിക്കുന്ന ഒരാൾ, പ്രത്യേകിച്ച് മറ്റേത് മന്ത്രിയെ പോലെയല്ല, ധനമന്ത്രി ആയിരിക്കുന്ന ഒരാളിന് സ്വന്തം മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. അങ്ങനെ വികസന പ്രവർത്തനങ്ങൾ ബാലഗോപാൽ നടത്തിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കൊട്ടാരക്കരയുടെ ഒരു ചിത്രം എന്നതാണ്. ബാലഗോപാൽ മന്ത്രി എന്ന നിലയിൽ ശോഭിക്കുകയും അവിടെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു. ആ ക്രെഡിറ്റ് കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രചാരണത്തിലേക്കായിരിക്കും LDF പോവുക. അവിടെയാണ് LDF പാളയത്തിൽ നിന്ന് UDF-ലേക്ക് എത്തിയ, കോൺഗ്രസിലേക്ക് എത്തിയ ഐഷ പോറ്റിയെ എതിരാളിയായി നിർത്തുന്നത്. അങ്ങനെ ഒരു മണ്ഡലത്തിലേക്ക് ആണ് അഖിൽ മാരാരും എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ അടക്കം സജീവമായിട്ടുള്ള അഖിൽ മാരാർ, പക്ഷേ കോൺഗ്രസ് രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2020-യുടെ ഭാഗമായിട്ട് അഖിൽ മാരാർ കൂടി കൊട്ടാരക്കരയിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരത്തിന് കളം ഒരുങ്ങുന്നു എന്ന് വേണം നമുക്ക് നിരീക്ഷിക്കാൻ.